സ്റ്റാർട്ടിംഗ് സീനിൽ വളരെ സുന്ദരമായ ഒരു ഗ്രാമം. ആ ഗ്രാമത്തിൽ ഒരു വലിയ വീടിനുള്ളിൽ ഒരു സ്ത്രീ മന്ത്രവാദം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ കണ്ടാൽ തന്നെ നമുക്ക് പേടിയാകും. അവരെന്തൊക്കെയോ മന്ത്രങ്ങൾ ഉരുവിട്ട് അവിടെ ക്ഷുദ്രപ്രയോഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ അടുത്തായിട്ട് നോക്കിയാൽ ഒരു വലിയ പാവക്കുട്ടിയെ കാണാം. പാവക്കുട്ടി എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു പ്രേതക്കുട്ടി എന്ന് വേണം പറയാൻ. കാരണം ആ പാവയെ കണ്ടാൽ നമുക്ക് വളരെ പേടി തോന്നും. ഇതെല്ലാം മറ്റൊരാൾ കാണുന്നുണ്ട്. അത് വേറെ ആരുമല്ല, ആ മുറിയിലെ വാതിലിലെ ഹോളിൽ കൂടെ പുറത്തുനിന്ന് നമ്മുടെ കഥയിലെ നായിക അവള് കുട്ടിയായിരിക്കുമ്പോ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട അവളുടെ അച്ഛനും അമ്മയും അങ്ങോട്ട് വന്നിട്ട് കുറെ ആളുകളെയും കൂട്ടി ആ വാതിൽ ശക്തിയായിട്ട് അടിച്ച് ആ വാതിൽ തുറക്കാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ആ സ്ത്രീ പുറത്തു വന്നു. അവള് പറയും, എന്നാ ഇങ്ങനെ എല്ലാവരും കൂടെ നോക്കുന്നേ? നിങ്ങൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ അപമാനിച്ചില്ലേ? ഇതിനെല്ലാം അനുഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ മകളാ. ഞാൻ അതിനുള്ളത് ചെയ്തു വെച്ചിട്ട് തന്നെയാ ഇവിടെ പോകുന്നത് എന്നും പറഞ്ഞ് അവരെ ശപിച്ചിട്ട് അവിടുന്ന് ദൂരേക്ക് എങ്ങോട്ടോ പോകും. ഇപ്പോ പ്രസന്റിൽ നമ്മുടെ നായിക വളർന്നു വലുതായി ഒരു സുന്ദരിയായ യുവതിയായി മാറി. അവളുടെ വിവാഹവും കഴിഞ്ഞു. അവൾക്ക് ഇപ്പോൾ ഒരു മകളുണ്ട്. അവളെ സ്കൂളിൽ യാത്രയാക്കി തിരിച്ചു വരാൻ തുടങ്ങുമ്പോൾ ആ വഴിയിലൂടെ സൈക്കിളിൽ പോകുന്ന ഒരാള് അവളെ വളരെ വിചിത്രമായി നോക്കുന്നത് കാണാം. ഇവൾക്ക് എന്താ ഭ്രാന്താണോ എന്നുള്ള രീതി. അവൾ അവിടുന്ന് നേരെ തിരിച്ച് മുറിയിൽ വന്നു കഴിഞ്ഞ് അവളുടെ സ്വഭാവമൊക്കെ പെട്ടെന്ന് മാറും. അവിടെ ചുവരിൽ അവളുടെ ഭർത്താവിന്റെ ഫോട്ടോ കാണാം. അവൾ അത് നോക്കി കുറച്ചു നേരം നിൽക്കുന്നു. കഥയിലെ നായിക ലത കുറെ നാളുകളായി ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോയി ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അവൾ അവിടെ ചെല്ലുമ്പോൾ അയാൾ ചോദിക്കും, ലത എന്തൊക്കെയുണ്ട്? നീ വീട്ടിലേക്കൊക്കെ പോകാറുണ്ടോ? അവരെ വിളിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും, അമ്മയും അച്ഛനും എന്നെ വിളിക്കാറുണ്ട്. അവരങ്ങോട്ട് വരാൻ വേണ്ടി എന്നെ നിർബന്ധിക്കും. പക്ഷെ എനിക്ക് അങ്ങോട്ടൊന്നും പോകാൻ താല്പര്യമില്ല. ഡോക്ടർ ചോദിക്കും, നിനക്ക് വീട്ടിൽ പോകുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യമല്ലേ? പിന്നെ എന്താണ് പോകാത്തത്? നീ അവിടെയൊക്കെ ഒന്ന് പോയി വരുവാണെങ്കിൽ നിന്റെ മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ആകും. ഒരു ദിവസം കുട്ടിയും കൂട്ടി പോ. പിന്നെ നീ ഡയറി ഒക്കെ എഴുതുന്ന ഒരു ശീലമില്ലേ? അതെന്താ നീ ഇപ്പൊ എഴുതാത്തത്? ഇനി മുതൽ നീ ഡയറി എഴുതണം. നിന്റെ സങ്കടവും സന്തോഷവും എല്ലാം അതിൽ എഴുതുകയാണെങ്കിൽ നിനക്ക് തന്നെ ഒരു റിലാക്സേഷൻ ആയിരിക്കും. ഇങ്ങനെ ഡോക്ടർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൾ അവിടെയുള്ള ഒരു പാവയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു കാരണമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് അവളും മകളും ഭർത്താവും കൂടി കാറിൽ എങ്ങോട്ടോ പോകുന്ന സമയത്ത് അവൾ ഭർത്താവിന് ചോക്ലേറ്റ് കൊടുക്കാൻ വേണ്ടി അയാളെ വിളിക്കും. അയാള് പുറകോട്ട് തിരികുന്ന സമയത്ത് ശ്രദ്ധ മാറിയ നേരം നോക്കി ഒരു വലിയ ട്രക്ക് വന്ന് ആ കാറിലിടിക്കും. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത് കാണിക്കുന്നില്ല. പക്ഷേ ആ സംഭവം അവളെ ഇടയ്ക്കിടയ്ക്ക് അലട്ടാറുണ്ട്. അവിടുന്ന് സീൻ കട്ട് ചെയ്താൽ ഇപ്പോൾ നമ്മുടെ നായികയും അവളുടെ മകളും കൂടി പഴയ അവളുടെ ഗ്രാമത്തിലേക്ക് പോവുകയാണ്. അവള് പുറകോട്ട് തിരിഞ്ഞ മകളോട്, എന്താ മോളെ സങ്കടപ്പെട്ടിരിക്കുന്നേ? നിനക്ക് ഇഷ്ടമല്ലേ അങ്ങോട്ടൊന്നും പോകുന്നത്? പക്ഷേ അവള് മൈൻഡൊന്നും ചെയ്യുന്നില്ല. നിന്നെ ഹാപ്പിയാക്കാൻ എന്റെ കയ്യിൽ വഴിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൾ ഫോൺ എടുത്ത് ഹസ്ബൻഡിനെ വിളിക്കുകയാണ്. ആ ചേട്ടാ, ഞങ്ങളിപ്പോ ഇവിടുന്ന് ഇറങ്ങിയതേ ഉള്ളൂ. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? എന്നാണ് ഈ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് എന്നൊക്കെ ചോദിച്ച് അവൾ സംസാരിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ് മോളുടെ നേരെ ഫോൺ നീട്ടുമ്പോൾ അവൾ ആകെ കലിപ്പായിട്ടിരിക്കുകയാണ്. അങ്ങനെ അവള് കളിച്ചു വളർന്ന ആ വീട്ടിൽ തിരികെ എത്തി. അത്രയും നേരം വളരെ ഹാപ്പി ആയിട്ട് വന്ന അവളുടെ മുഖം പെട്ടെന്ന് മാറുന്നു. പുറത്ത് കാക്കകളുടെ കരച്ചിൽ കേൾക്കാം. അലോസരമായ ആ ശബ്ദം അവളെ വല്ലാതെ അലട്ടുന്നു. അവൾ ഓരോ ചുവടും വളരെ പേടിച്ചാണ് വെക്കുന്നത്. ഫ്ലാഷ് ബാക്കിൽ നമ്മൾ നേരത്തെ കണ്ട ആ മന്ത്രവാദിനി അന്ന് ശപിച്ചത് ഇവളെ ശരിക്കും ബാധിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇവൾ പേടിച്ചകത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവളുടെ പഴയ കൂട്ടുകാരികളും സ്വന്തക്കാരും ഒക്കെ വന്ന് അവളെ കെട്ടിപ്പിടിക്കുകയും സന്തോഷം പങ്കിടുകയും ചെയ്യുന്നു. അമ്മ വന്നിട്ട് അവളോട് ചോദിക്കും, നീ എന്താണ് ഇങ്ങോട്ടൊന്നും വരാത്തെ? എത്ര നാളായി നിന്നെ വിളിക്കുന്നു. ഇപ്പോഴെങ്കിലും നിനക്ക് വരാൻ തോന്നിയല്ലോ. അച്ഛൻ പറയും, ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പിന്നീട് പറയാം. അവൾക്ക് എന്തൊക്കെയാ ആവശ്യമെന്നാൽ അതൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്ക്. അവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണവും ഉണ്ടാക്കി കൊടുക്ക് എന്ന് പറഞ്ഞ് അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകും. പക്ഷെ നമ്മുടെ കുട്ടിപ്പെണ്ണ് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് കുറച്ച് മടിയാണ്. അവൾക്ക് അവിടെ ഒന്നും പരിചയമില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. അവൾ ഒറ്റയ്ക്ക് മാറി അതിൽ നടക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് അവളും അച്ഛനും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ്. അവരുടെ ആ വീട് ഒരു മാൻഷൻ പോലെ സെറ്റ് ചെയ്തിട്ട് പല ആളുകൾക്കായി വാടകയ്ക്ക് കൊടുത്ത് അതിൽ നിന്ന് വരുമാനം നേടിയാണ് അവർ ജീവിച്ചിരുന്നത്. അച്ഛൻ മകളോട് പറയുകയാണ്, മോളെ ഇപ്പൊ പഴയ പോലെയൊന്നും ആളുകൾ താമസിക്കാനൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ വരുമാനവും അതിൽ നിന്ന് വരുന്നില്ല. അതുകൊണ്ട് ഇത് വിറ്റ ശേഷം നിന്റെ കൂടെ വന്ന് താമസിക്കാനാണ് ഞാനും അമ്മയെ ആഗ്രഹിക്കുന്നത്. അത് അവൾക്കും ഇഷ്ടമാകും. അവള് പറയും, എനിക്ക് വളരെ സന്തോഷമായി. ഞാന്, സായി, ശേഖർ നമ്മളെല്ലാം ഒരുമിച്ചൊരു വീട്ടിൽ കഴിയുന്നത് എത്ര നന്നായിരിക്കും. ശേഖർ അവളുടെ ഭർത്താവാണ്. ശേഖറിന്റെ കാര്യം അവൾ പറയുമ്പോൾ അച്ഛന് മുഖം വല്ലാതെ ആകുന്നുണ്ട്. പിന്നീട് അവര് ഭക്ഷണമൊക്കെ കഴിച്ച് വളരെ ഹാപ്പി ആയിട്ട് അവൾ ഇരിക്കുകയാണ്. അങ്ങനെ ഭക്ഷണശേഷം ഒരു ഉച്ചമയക്കത്തിലാണ് അവര്. ഇതേ സമയത്ത് അവരിൽ നിന്നെല്ലാം ദൂരെ മാറി ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കുകയാണ്. അവൾ പറയും, മോളെ ഇങ്ങോട്ട് വാ, കുറച്ചു നേരം കിടന്നുറങ്ങ്. അവളൊന്നും കേൾക്കില്ല. അവസാനം അവൾ വീണ്ടും നിർബന്ധിക്കും, നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നാലേ മോൾക്ക് ക്ഷീണം കാണും, വന്ന് കുറച്ചു നേരം ഉറങ്ങ്, ഒന്ന് ഫ്രഷ് ആവില്ലേ. അങ്ങനെ അവള് വാശി പിടിക്കുന്നതുകൊണ്ട് കൊച്ചു വന്ന് അവളുടെ കൂടെ കിടന്ന് ഉറങ്ങുകയാണ്. അവിടുന്ന് സീൻ കട്ട് ചെയ്താൽ പിന്നീട് രാത്രിയാണ്. അവരെല്ലാം ഒരുമിച്ചിരുന്ന് അന്ത്യാക്ഷരി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവര് കളിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ സായിനെ കാണാതാവും. അവളെ അന്വേഷിച്ച് അവൾ അവിടെയെല്ലാം തിരഞ്ഞു നടക്കുകയാണ്. ഒടുവിൽ നമ്മൾ സിനിമയിൽ ആദ്യം കണ്ട പോലെ ആ ഗംഗുടി പൂജ ചെയ്ത ആ സ്ഥലത്ത് കൊച്ചു വന്നിരിക്കുന്നുണ്ട്. അങ്ങനെ അവളും അങ്ങോട്ടേക്ക് എത്തി അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ കുറെ നേരമായിട്ടും അമ്മയും മോളെയും കാണാതാകുമ്പോൾ അവളെ അന്വേഷിച്ച് അവളുടെ അമ്മയും അങ്ങോട്ട് ചെല്ലാണ്. അങ്ങനെ അവര് ചെന്ന് നോക്കുമ്പോൾ ആ ഗംഗുടി ആദ്യം പൂജ ചെയ്തിരുന്ന ആ സ്ഥലത്ത് ഇവള് ചെന്നിരുന്ന് ആ ഗംഗുടി ചെയ്ത മാതിരി തന്നെ ഇവളും മന്ത്രങ്ങൾ ഉരുവിട്ട് ഗംഗുടിയെ പോലെ ഇരിക്കുകയാണ്. അമ്മ പതിയെ
അടുത്ത് എന്നിട്ട് ചോദിക്കും, മോളെ എന്തു പറ്റി? ഇത് കേട്ട് അവളുടെ മുഖഭാവം മുഴുവൻ മാറും. അവൾ സംസാരിക്കുന്നതും നോക്കുന്നതുമെല്ലാം ഗംഗുടിയെ പോലെയാണ്. ഇത് കണ്ട് അമ്മയ്ക്ക് ആകെ പേടിയാകും. അപ്പോഴേക്കും അച്ഛനും മറ്റുള്ളവരും അങ്ങോട്ടേക്ക് എത്തും. അച്ഛൻ വന്ന് അമ്മയോട് ചോദിക്കും, എന്താ നീ കരയുന്നേ? എന്താ പ്രശ്നം? അമ്മ പറയും, അവളെ നോക്കിക്കേ, അവൾ എന്തൊക്കെയാ കാണിക്കുന്നതെന്ന് നോക്കിക്കേ, എനിക്ക് ആകെ പേടിയാകുന്നു. പക്ഷേ ഇവര് നോക്കുമ്പോ നായിക വളരെ കൂളായിട്ട് അവിടെ നിൽക്കുകയാണ്. അവളുടെ കയ്യിൽ ഒരു പാവക്കുട്ടിയുമുണ്ട്. ഇത് നമ്മള് സിനിമയിൽ ആദ്യം ഗംഗുടി പൂജ ചെയ്യുന്ന സ്ഥലത്ത് കണ്ടതാണ്. അച്ഛൻ ചോദിക്കും, മോളെ നിനക്ക് എന്താണ് പറ്റിയത്? അത് കള, അതെന്തിനാ നിനക്ക്? അവള് പറയും, എന്റെ മോള് സായിക്ക് ഇത് വളരെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഇനി ഈ പാവക്കുട്ടിയെ അവള് തന്നെ വെച്ചോട്ടെ. അങ്ങനെ അവിടുന്ന് സീൻ വീണ്ടും കട്ട് ചെയ്താൽ അവള് വൈകിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വീണ്ടും അടുക്കളയിൽ വന്നിരിക്കുകയാണ്. അപ്പൊ ഒരു ചേച്ചി അങ്ങോട്ട് വന്നിട്ട് പറയും, എന്റെ മോളുടെ മേത്താണ് എല്ലാവരുടെയും കണ്ണ്, അതുകൊണ്ട് ദൃഷ്ടിയൊന്നും പെടാതിരിക്കാൻ വേണ്ടി ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആരതി ഒഴിയുകയാണ്. ഇങ്ങനെ ദീപം വെച്ച് ഇങ്ങനെ കഴുത്തിന് ചുറ്റും കാണിക്കുന്നതിന് ആരതി ഒഴിയുക എന്നല്ല പറയുന്നത്. എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല, അറിയാവുന്നവർ കമന്റ് ചെയ്യുക. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ കുട്ടി ദൂരെ മാറി നിൽക്കുന്നത് അവളുടെ ശ്രദ്ധയപ്പെടുന്നത്. അവൾ പറയും, സായി ഇങ്ങോട്ട് വാ, നീ ഇങ്ങ് വന്നേ. അവളെ വിളിച്ചിരുത്തിയിട്ട് നായിക്ക് അവളെ ആരതി ഒഴിയുകയാണ്. പാവം എന്റെ മോള്, ശേഖറും ഉണ്ടായിരുന്നെങ്കിൽ അവനെയും ഞാൻ ആരതി ഒഴിഞ്ഞേനെ. എന്ത് ചെയ്യാനാ, അവനിപ്പോ ഇവിടെ ഇല്ലല്ലോ എന്നവള് നെടുവീർപ്പിടുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് അമ്മയും ആ ചേച്ചിയും വളരെ വിയേർഡായിട്ട് അവിടെ നിൽക്കുകയാണ്. എന്താ കാര്യമെന്ന് അറിയത്തില്ല. ഒരുപക്ഷെ ഇവളുടെ ഹസ്ബൻഡ് മരിച്ചു പോയിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ ഇവർ ഡിവോഴ്സ് ആയിട്ടും ഇപ്പോഴും അവളുടെ കൂടെ ഉണ്ട് എന്ന് വിചാരിക്കുന്നതായിരിക്കാം. എന്താണെന്നുള്ളത് നമുക്കറിയത്തില്ല. ഇതേ സമയത്ത് അച്ഛനും ഫോൺ ചെയ്ത് ആ ഡോക്ടറെ വിളിച്ചിട്ട് എന്റെ മോളുടെ അവസ്ഥ ഓരോ ദിവസം ചെല്ലുന്തോറും വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ട്രീറ്റ്മെന്റ് ഒന്നും അവൾ കൃത്യമായിട്ട് എടുക്കുന്നില്ലേ? അവളെ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ചെയ്ത് നിങ്ങൾക്ക് നോക്കാൻ പറ്റില്ലേ എന്നൊക്കെ ഡോക്ടറോട് ചോദിക്കുമ്പോൾ അയാൾ പറയും, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അവൾ വളരെ നോർമലായി യാഥാർത്ഥ്യങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. അതിനുവേണ്ടി ഞാൻ പറഞ്ഞിട്ടാണ് അവൾ നാട്ടിലേക്ക് തിരികെ വന്നത്. അവള് റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അവൾ ആ നോർമൽ ജീവിതത്തിലേക്ക് മടങ്ങി വരും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഡോക്ടർ കോള് കട്ടി. അപ്പോഴേക്കും അമ്മ അങ്ങോട്ട് വന്ന് അച്ഛനോട് ചോദിക്കും, ആ ഗംഗുടി ചെയ്ത പോലെ തന്നെയാണ് നമ്മുടെ മോള് ചെയ്തുകൊണ്ടിരുന്നത്. മാത്രമല്ല അവളുടെ കയ്യില് ആ ഗംഗുടിയുടെ പാവക്കുട്ടിയും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അവളുടെ മന്ത്രവാദം നമ്മുടെ മോൾക്ക് ഏറ്റിട്ടുണ്ടാവുമോ? എനിക്ക് ആകെ പേടിയാകുന്നു. അച്ഛൻ പറയും, നീ നിന്റെ ഒരു അന്ധവിശ്വാസവും, ഗംഗുടിയില്ല ഒരു പൂങ്കൊടിയില്ല, നീ ആ കേസ് വിട് എന്ന് പറഞ്ഞ് അച്ഛൻ അവിടെ നിന്ന് ദേഷ്യപ്പെട്ടു പോവാണ്. പക്ഷേ അമ്മയ്ക്ക് വീണ്ടും സംശയവും പേടിയെല്ലാം വന്നിട്ട് അവർക്കറിയാവുന്ന ഒരു പൂജാരിയെ അങ്ങോട്ട് വിളിച്ച് അവരെടുത്ത് നടന്ന കാര്യങ്ങളെല്ലാം സംസാരിക്കും. അവൾ ഗംഗുടിയുടെ മുറിയിൽ പോയതും ഗംഗുടി ചെയ്ത പോലെ തന്നെ അവിടെ ഇരുന്ന് മന്ത്രവാദം ചെയ്തതും അവൾ ചെറുതായിരിക്കുന്ന സമയത്ത് ഈ ഗംഗുടി ചെയ്ത പോലെ തന്നെ ചെയ്യാറുണ്ടായിരുന്നതും എല്ലാം പൂജാരി എടുത്ത് പറയും. പൂജാരി പറയും, പേടിക്കണ്ട, നമുക്ക് ഗംഗുടി താമസിച്ചിരുന്ന ആ മുറിയും ആ പൂജ ചെയ്തിരുന്ന സ്ഥലങ്ങളെല്ലാം പനിനീര് തളിച്ച് ശുദ്ധം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് സ്വാമിജി അതിന്റെ ഉള്ളിലെല്ലാം പോയി പനിനീരൊക്കെ മന്ത്രം ചൊല്ലി അവിടെയെല്ലാം തളിച്ച് ശുദ്ധികലശം ചെയ്യുകയാണ്. അങ്ങനെ അവർ തിരിച്ചു വരുന്ന സമയത്ത് നായിക അവരുടെ അടുത്തേക്ക് ചെല്ലും. അപ്പോൾ സ്വാമിജിയുടെ അടുത്ത് അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി അവർ ആവശ്യപ്പെടുമ്പോൾ നായിക കാല് തൊട്ട് തൊഴുത് എണീക്കുമ്പോൾ അവളെ ഒരുപാട് സന്താന ഭാഗ്യമൊക്കെ ഉണ്ടാകട്ടെ എന്നുള്ള രീതിയിൽ സ്വാമി അനുഗ്രഹിക്കും. അന്നേരം അവള് പറയും, ഒരുപാടൊക്കെ ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല, എന്തായാലും ഒരു കുട്ടിയെ കൂടി എനിക്ക് വേണം. അങ്ങനെ പറയുമ്പോൾ അവരുടെ മുഖമെല്ലാം വീണ്ടും മാറുകയാണ്. എന്താ കാരണമെന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. സ്വാമിജി ഒരു ചരട് ജപിച്ച് അവരുടെ കയ്യിൽ കൊടുക്കും. ഇത് അവളുടെ കയ്യിൽ കെട്ടിക്കൊടുക്കുക, എല്ലാം ശരിയാകുമെന്ന് പറയും. പേടിക്കൊന്നും വേണ്ട എന്നവർക്ക് ആശ്വാസവചനവും പറഞ്ഞ് സ്വാമിജി അവിടുന്ന് പോകും. അമ്മ അവളുടെ കയ്യില് ആ ചരട് കെട്ടിക്കൊടുക്കുമ്പോൾ അവൾക്കത് വലിയ രീതിയിലൊന്നും ഇഷ്ടപ്പെടുന്നില്ല. എങ്കിലും അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി അവൾ ആ കയ്യിൽ ചരട് കെട്ടുകയാണ്. അവൾ ആ കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പറയും, എന്റെ പഴയ കളിപ്പാട്ടങ്ങളും ബുക്കുകളും എല്ലാം എനിക്ക് കാണണം, അതെവിടെ ഇരിക്കുന്ന അമ്മയെന്ന് ചോദിക്കും. അമ്മ പറയും, ഇപ്പൊ ഇത്രയും വൈകിയില്ലേ, നീ പോയി കിടന്നുറങ്ങിക്കോ, നമുക്ക് നാളെ കാണാം, അതുപോരെ? അവള് പറയും, പറ്റില്ല, എനിക്ക് ഇപ്പോൾ തന്നെ കാണണം മോളെ, അവിടെയെല്ലാം ആകെ മുഷിഞ്ഞു കിടക്കുകയാണ്, മാറാലയൊക്കെ പിടിച്ച് പൊടിയും കാണും, എന്തിനാ ഇപ്പൊ പോകുന്നേ? പറ്റില്ല അമ്മ, എനിക്ക് ഇപ്പോൾ തന്നെ പോകണം. അങ്ങനെ അവളുടെ വാശിക്ക് അവൾ അത് തേടി ആ മുറിയിലേക്ക് പോവുകയാണ്. അമ്മ പറയും, നീ ഒറ്റയ്ക്ക് പോകണ്ട, ഇവരെയും കൂടെ കൂട്ടിക്കോളൂ എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന 1-2 പെൺകുട്ടികളെയും അവളുടെ കൂടെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടും. അവരങ്ങനെ ആ പെട്ടി കണ്ടുപിടിച്ച് പെട്ടിയൊക്കെ തുറന്ന് അതിലുള്ള വസ്തുക്കളെല്ലാം എടുത്ത് നോക്കുകയാണ്. അങ്ങനെ അവൾ തിരയുന്നതിനിടയിൽ അവൾക്ക് കുറച്ച് ഡയസ് കിട്ടും. അവരിൽ ഒരാൾ ചോദിക്കും, എടി ഈ ഡയസ് നിനക്ക് മനസ്സിലായോ? അവള് പറയും, അതെ, ഇത് ആ ഡയസ് തന്നെയാണ്. മരിച്ചുപോയ ആത്മാക്കളോട് നമുക്ക് ഇത് വെച്ച് സംസാരിക്കാൻ പറ്റും. പിന്നെ ഒന്ന് പോയടി, ഇതൊക്കെ ഉള്ളതാണോ? അവള് പറയും, സത്യമായിട്ടും ഉണ്ട്, ഞാനത് ഇപ്പോൾ തന്നെ കാണിച്ചു തരാം. അങ്ങനെ അവള് മുൻകൈ എടുത്ത് അവരെയെല്ലാം നിർബന്ധിച്ച് അവര് 3 പേരും കൂടെ കൂടിയിരുന്ന് ഡയസ് ഇട്ട് ആത്മാവിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ മുഖഭാവം ഒക്കെ മാറി വീണ്ടും ഗംഗുടിയെ പോലെ തന്നെയായി. അവൾ ഓരോ തവണയും ഡയസ് ഇട്ടിട്ടും അവർക്ക് കൃത്യമായ ഒരു പേരോ കാര്യങ്ങളോ ഒന്നും ആ ഡയസിൽ നിന്ന് ലഭിക്കുന്നില്ല. അതായത് ആത്മാക്കൾ അവരോട് സംസാരിക്കുന്നില്ല. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രാവ് വന്ന് അവരുടെ ഇടയിലേക്ക് വീഴും. അങ്ങനെ ആ പ്രാവിന്റെ ഒച്ച കേട്ട് അവർ പേടിച്ച് അവിടുന്ന് 3 പേരും പോവുകയാണ്. കുറെ നേരം കഴിഞ്ഞ് അമ്മയുടെ അടുത്ത് വന്നിട്ട് അതിലൊരു സ്ത്രീ ചോദിക്കും, അമ്മേ, ഈ ഗംഗുടി ആരാണ്? ഈ ഗംഗുടിയും നമ്മുടെ രാധയും തമ്മിൽ എന്താണ് ബന്ധം എന്നൊക്കെ ചോദിക്കുമ്പോ അമ്മ ചോദിക്കും,
ഗംഗുടി, ആ പേരെങ്ങനെ നിനക്കറിയാം? അപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ഇവർ ആ ഡയസ് ഇട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഗംഗുടിയുടെ ആത്മാവ് രാധയുടെ ഉള്ളിലേക്ക് കയറി ഗംഗുടി ചെയ്ത പോലെ തന്നെ മന്ത്രവാദത്തിന്റെ രീതികളെല്ലാം അവൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അവരുടെ കയ്യിലെല്ലാം പിടിച്ച് ഗംഗുടിയെ പോലെ അവൾ വീണ്ടും ഉച്ചത്തിൽ മന്ത്രങ്ങൾ ഉരുവിടുകയാണ്. അങ്ങനെ ഒരു വിധത്തിലാണ് അവർ രണ്ടുപേരും കൂടെ അവളെയും കൂട്ടി അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരുന്നത്. അവര് കളിച്ചുകൊണ്ടിരുന്ന ആ ഡയസ് അവിടെ ചിതറിക്കിടപ്പുണ്ട്. അതിനുശേഷം അവള് രാത്രിയിൽ ഉറങ്ങുമ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ അവളുടെ കുട്ടിയെ കാണാനില്ല. അവള് പതിയെണീറ്റ് ആ വീട് മുഴുവൻ അന്വേഷിക്കും. എങ്കിലും ആ കുട്ടിയെ കണ്ടെത്താനായില്ല. അവസാനം അവൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ആ ഗംഗുടിയുടെ മുറിയിൽ അവൾ ഒറ്റയ്ക്കിരുന്ന് ആ പാവക്കുട്ടിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ അടുത്തേന്ന് ചോദിക്കും, സായി എന്താ നീ കാണിക്കുന്നത്? രാത്രി എത്രയായെന്ന് നിനക്ക് വല്ല വിചാരമുണ്ടോ? വന്നു കിടന്നുറങ്ങാൻ നോക്ക്. അവള് പറയും, അമ്മേ ഇവൻ തനിയല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്ര നേരം. അവള് കുട്ടിയെ വഴക്ക് പറഞ്ഞ് അവിടുന്ന് അവളെയും കൂട്ടി മുറിയിലേക്ക് പോകും. അവിടുന്ന് സീൻ കട്ട് ചെയ്താൽ പിറ്റേ ദിവസം രാവിലെ അവരവിടുന്ന് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഈ സമയത്ത് ആ കൊച്ചുകുട്ടി ആ പാവക്കുട്ടിയെയും എടുത്തുകൊണ്ട് വരികയാണ്. അവള് അവളുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മ വന്നിട്ട് ചോദിക്കും, മോള് തന്നെയാണ് ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് പോകുന്നത്, ഞാനൊരു ഡ്രൈവറെ ഏർപ്പാടാക്കി തരട്ടെ, അപ്പോ സേഫ് ആയിട്ട് പോവുകയും ചെയ്യാം, ഞങ്ങൾക്കും ഒരു ധൈര്യമായിരിക്കും എന്ന് പറയുമ്പോൾ അവള് പെട്ടെന്ന് മുഖം കറുപ്പിച്ചിട്ട് പറയും, എന്താ അമ്മേ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ലെന്നാണോ ഓർത്തിരിക്കുന്നത്? എനിക്ക് നന്നായിട്ട് ഓടിക്കാൻ അറിയാം, ഇങ്ങോട്ട് ഞാൻ തന്നെയല്ലേ ഓടിച്ചുകൊണ്ട് വന്നത്, അതുകൊണ്ട് വളരെ സേഫ് ആയിട്ട് തന്നെ തിരിച്ചു പോകാനും എനിക്കറിയാം. നിങ്ങളോടൊക്കെ സംസാരിച്ചെന്ന് ഞാൻ എന്റെ ഹസ്ബൻഡിനെ വിളിക്കാൻ മറന്നുപോയി, ഞാനൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ ഫോൺ ചെയ്യുകയാണ്. അവള് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ അച്ഛൻ അങ്ങോട്ട് വന്നിട്ട് പറയും, മോളെ നീ ആരോടാ സംസാരിക്കുന്നേ? ഞാൻ ഹസ്ബൻഡിനെ ഒന്ന് വിളിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ അച്ഛൻ പറയും, എന്നാ ഫോണൊന്ന് തന്നെ ഞാനൊന്ന് സംസാരിക്കട്ടെ. പക്ഷെ അവൾ ആ ഫോൺ കൊടുക്കാൻ വേണ്ടി തയ്യാറാകില്ല. അവൾ എന്തൊക്കെയോ പറഞ്ഞ് അവിടുന്ന് തടി തപ്പാൻ നോക്കുകയാണ്. പക്ഷെ അച്ഛൻ സമ്മതിക്കില്ല, നീ ഒന്ന് തരാൻ വേണ്ടി പറയും. അങ്ങനെ നിർബന്ധിക്കുമ്പോൾ അവൾ ആ ഫോൺ നീട്ടുമ്പോൾ അവളുടെ ഫോൺ ആകെ പൊട്ടി നാശമായി. വർക്കാകാത്തൊരു ഫോണിലാണ് അവൾ ഇത്രയും നേരം ഹസ്ബൻഡിനെ വിളിച്ചുകൊണ്ടിരുന്നത്. അതായത് അവൾ ഇടയ്ക്ക് ഈ ഹസ്ബൻഡിനെ വിളിക്കുന്നത് ഒരു ഇമാജിനേഷൻ ആണ്. അവിടുന്ന് കട്ട് ചെയ്താൽ വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. നമ്മൾ തുടക്കത്തിലെ കണ്ട പോലെ അവര് 3 പേര് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാർ ആക്സിഡന്റ് ആകുമ്പോൾ അതിനെ തുടർന്ന് അവിടെ രക്ഷാപ്രവർത്തകരെത്തുമ്പോൾ അവളുടെ ഭർത്താവിനെ ആ സ്ട്രെച്ചറിൽ എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ച അവൾ വീണ്ടും ഓർക്കുകയാണ്. അവൾ അവിടെ കിടന്ന് കരയുകയാണ്. അതൊക്കെ കഴിഞ്ഞ് അവൾ വീണ്ടും അവളുടെ സ്ഥലത്ത് തിരിച്ചെത്തും. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ പോയി. അവളെല്ലാം ഇപ്പോഴും വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഭർത്താവിന്റെ ഫോട്ടോ നോക്കി നിൽക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ചെറിയൊരു തിരുത്തുണ്ട്. നേരത്തെ അയാൾ ജീവനോടെ ഉണ്ട് എന്നാണ് അവൾ വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് അതിൽ മാലയൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവിടെ വെച്ചിരിക്കുന്ന ഫോട്ടോയിലൊക്കെ മാല ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വീട്ടിലുണ്ടായ ആ സംഭവത്തോടു കൂടി അവളുടെ ഭർത്താവ് മരിച്ചുപോയി എന്ന് അവൾ റിയലൈസ് ചെയ്യുകയാണ്. ഇപ്പോൾ അവൾ ചികിത്സയ്ക്കായി സമീപിക്കുന്നത് വേറൊരു ലേഡി ഡോക്ടറെയാണ്. അവള് ഡോക്ടറോട് പറയും, ഡോക്ടർ ഞാൻ ഇത്രയും നാള് എന്റെ ഭർത്താവ് ജീവനോടെ ഉണ്ട് എന്ന് തന്നെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവത്തോടു കൂടിയാണ് അയാൾ മരിച്ചുപോയെന്നുള്ള യാഥാർത്ഥ്യം എനിക്ക് മനസ്സിലായത്. പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു ഡ്രീമിൽ കഴിഞ്ഞത് എന്താണെന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് അവള് എന്തൊക്കെയോ ഗുളികകൾ എടുത്ത് കഴിക്കുകയാണ്. ഡോക്ടർ എന്ത് ഗുളികയാണ് കഴിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവള് പറയും, ഞാൻ നേരത്തെ കണ്ടുകൊണ്ടിരുന്ന ഡോക്ടർ എനിക്ക് കുറിച്ചു തന്ന ഒരു ഗുളികയാണിത്. ഇത് ഞാൻ അധികം മെന്റൽ സ്ട്രെസ് വരുമ്പോ ഇപ്പോഴും കഴിക്കാറുണ്ട്. ഡോക്ടർ പറയും, സാരമില്ല, നിനക്കുണ്ടായ ഈ അസുഖം ഒരു വലിയ കാര്യമൊന്നുമല്ല. ഇത് എല്ലാവരുടെ ജീവിതത്തിലും നമ്മളൊക്കെ വളരെ പ്രിയപ്പെട്ടവർ നഷ്ടമാകുമ്പോൾ ചെറിയൊരു ഇമാജിനേഷൻ നമുക്ക് ഉണ്ടാവാറുണ്ട്. എന്നാൽ അതൊരു ലിമിറ്റ് ഉണ്ടാവും. നിനക്ക് നിന്റെ ഭർത്താവിന്റെ വിയോഗം താങ്ങാവുന്നതിലും അപ്പുറമാണ്. അതുകൊണ്ടാണ് നീ അബ്നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. നിന്റെ മനസ്സിന് നിന്റെ ഭർത്താവ് മരിച്ചു എന്നുള്ള കാര്യം റിയലൈസ് ചെയ്യാൻ വേണ്ടി സമയമെടുത്തു. അത്രേ ഉള്ളൂ, എല്ലാം വഴിയെ ശരിയായിക്കൊള്ളും. അങ്ങനെ ഡോക്ടറിന്റെ വാക്കും കേട്ട് അവൾ വളരെ കോൺഫിഡൻസോടെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അങ്ങനെ അവൾ പോകുന്ന വഴിയില് അമ്മ കോൾ ചെയ്തിട്ട് ചോദിക്കും, നീ ഇപ്പോൾ ഏത് ഡോക്ടറെയാണ് കാണുന്നത്? പഴയ ഡോക്ടറെ നീ കാണാൻ പോകുന്നില്ലേ ഇപ്പോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, അമ്മ എനിക്ക് ആ ഡോക്ടറിനെ ഇഷ്ടമല്ല, ഞാൻ ചെറുപ്പം മുതലേ അയാളെയല്ലേ കാണുന്നത്. എന്നെ ഒരു രോഗി എന്നല്ലാതെ ഒരു പരിഗണനയും തരാറില്ല. എനിക്ക് അതുകൊണ്ട് അയാളെ ഇഷ്ടമല്ല. ഇപ്പോൾ ഉള്ള ഡോക്ടറാണെങ്കിൽ എന്നെ ഒരു ഫ്രണ്ടായി കാണുന്നുണ്ട്. ഞാൻ പറയുന്നതൊക്കെ അവർക്ക് മനസ്സിലാകുന്നുമുണ്ട്. അതുകൊണ്ട് എനിക്കെന്തോ ഈ ഡോക്ടറെ തന്നെ കാണുന്നതാണ് നല്ലതെന്നാണ് എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞ് അവൾ ആ കോള് കട്ട് ചെയ്യും. അത് കഴിഞ്ഞ് അവൾ അവളുടെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വൈകിട്ട് അവൾ ഒരു വീഡിയോ കോൺഫറൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ പുറകിൽ വന്ന് ആരോ സംസാരിക്കുന്ന പോലെ തോന്നും. അതായത് ഗംഗുടി മന്ത്രം ചൊല്ലുന്ന പോലെ അവൾക്ക് ഫീൽ ചെയ്യുകയാണ്. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണാനില്ല. അവൾക്ക് ആകെ പേടിയാകും. അതിനുശേഷം ചെറിയൊരു ഭയത്തോടെ അവൾ വൈകിട്ട് കിടക്കാൻ തുടങ്ങുന്ന സമയത്ത് മോൾ ആവശ്യപ്പെടും ഒരു കഥ പറയാൻ വേണ്ടിയിട്ട്. അവള് ഒരു കഥയൊക്കെ പറഞ്ഞ് മോളെ ഉറക്കിയ ശേഷം വീണ്ടും അവൾ ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവൾക്ക് ശരീരത്തിന് വല്ലാത്തൊരു വേദനയും നെഞ്ചുവേദനയൊക്കെ അനുഭവപ്പെടും. അങ്ങനെ അവൾ വീണ്ടും എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് അതുവരെ അവിടെ കണ്ടിട്ടില്ലാത്ത ആ പാവക്കുട്ടി അവിടെ ഇരിക്കുന്നത് കാണുന്നത്. നമുക്ക് തൽക്കാലം ഇതിനെ ചെകുത്താൻ പാവ എന്ന് വിളിക്കാം. അങ്ങനെ ആ ദിവസവും കഴിഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ജോഗിങ് കഴിഞ്ഞ് വരുന്ന സമയത്ത് അമ്മ വിളിച്ചിട്ട് ചോദിക്കും, നീ എന്താണ് ഞങ്ങളെ ഒന്നും വിളിക്കാത്തത്? അച്ഛനെങ്കിലും നീ ഒന്ന്
ഒന്ന് വിളിക്കണം, അച്ഛന് വളരെ സങ്കടമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവള് പറയും ആ ശരി ഞാൻ വിളിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് അവൾ ആ കോള് കട്ട് ചെയ്തിട്ട് വീണ്ടും അകത്തു വരുന്ന സമയത്ത് അവിടുത്തെ ജോലിക്കാരി പെങ്കൊച്ച് വന്നിട്ട് പറയും മാഡം എനിക്കൊരു ഉപകാരം ചെയ്യാമോ, ഇവിടെയുള്ള ഒരു പാവക്കുട്ടിയില്ലേ അത് ഓരോ സമയത്തും ഓരോ സ്ഥലത്ത് ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നാണ്. ഞാൻ ബെഡ്റൂമിൽ പോകുമ്പോൾ അത് ബെഡ്റൂമിലുണ്ടാവും, ഞാൻ കിച്ചണിൽ വരുമ്പോൾ അത് കിച്ചണിലുണ്ടാവും, ഞാൻ ഡൈനിങ് ടേബിൾ വരുമ്പോൾ അത് ഡൈനിങ് ടേബിളിലും ഉണ്ട്. അങ്ങനെ എന്നെ ഫോളോ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നാണ്. അതിനെ ഇവിടെ നിന്ന് ഒഴിവാക്കാമോ, എനിക്ക് എന്തോ പേടിയാകുന്നു. അവള് പറയും നിനക്കെന്താ ഭ്രാന്താണോ, അത് സ്കൂൾ വിട്ട് വന്ന എന്റെ കുട്ടി കളിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ കൊണ്ടിട്ടതായിരിക്കും, നീ അത് കണ്ട് പേടിച്ച് അതൊക്കെ ചെകുത്താനാന്ന് വിചാരിക്കുകയാണോ എന്ന് പറഞ്ഞ് അവളെ വഴക്ക് പറയും. അതിനുശേഷം വൈകിട്ട് വീണ്ടും അവളുടെ വർക്കുകൾ ചെയ്യുകയാണ്. മാനേജർ അവളോട് പറയും ഇന്ന് തന്നെ എല്ലാ വർക്കും തീർത്ത് എനിക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. അവള് പറയും സാർ അത് പറ്റില്ല, കാരണം എന്റെ ടീം വളരെ ചെറുതാണ്, ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ എങ്ങനെ ഈ വർക്കെല്ലാം ചെയ്തു തീർക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് അവൾ ആകെ ടെൻഷനായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ മോളും വേറെ ഒരാളും ചിരിച്ചു കളിച്ച് സംസാരിക്കുന്നത് അവളുടെ ചെവിയിൽ കേൾക്കും. ഇതാരാണെന്ന് നോക്കാൻ വേണ്ടി അവൾ പതിയെ പതിയെ ആ റൂം തുറന്നു നോക്കുമ്പോൾ ഒരു വലിയ കൊരങ്ങന്റെ പാവക്കുട്ടി വന്ന് അവളുടെ മുമ്പിലേക്ക് വീഴും. അവൾ ആകെ പേടിച്ചു പോകും. അതിനുശേഷം അവൾ മോളോട് ചോദിക്കും നീ എന്തിനാണ് എപ്പോഴും ഈ പാവക്കുട്ടിയും വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവളെ വഴക്ക് പറഞ്ഞ് അവിടുന്ന് കൂട്ടിക്കൊണ്ടുവരും. ആ ചെകുത്താൻ ബൊമ്മയെ എടുത്ത് അവൾ വലിച്ചെറിയും. അതങ്ങനെ തലയും കുത്തി വന്ന് തറയിൽ വീണ് കിടപ്പുണ്ട്. അതിനുശേഷം അവർ കഴിക്കാനിരിക്കുമ്പോൾ അമ്മ വഴക്കുണ്ടാക്കിക്കൊണ്ട് കുട്ടി കഴിക്കാനൊന്നും കൂട്ടാക്കാതെ ഇരിക്കുകയാണ്. അവള് പറയും അമ്മയോട് ക്ഷമിക്കടാ നീ കഴിക്ക്. അങ്ങനെ അവള് കഴിക്കാൻ തുടങ്ങുമ്പോൾ മോള് പറയും ഞാനതൊന്നും അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തതല്ല, ആ പാവയാണ് എന്നോട് ആ കൊരങ്ങന്റെ പാവയെ അവിടെ കെട്ടിവെക്കാൻ പറഞ്ഞത്, അല്ലാതെ ഞാൻ അറിഞ്ഞുകൊണ്ട് അമ്മയെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തൊന്നുമല്ല. അവള് പറയും നീ എന്താ പറയുന്നേ, അതൊരു പാവക്കുട്ടിയാണ്, അതിന് സംസാരിക്കാനുള്ള കഴിവൊന്നുമില്ല, പിന്നെ അതെങ്ങനെ നിന്നോട് സംസാരിക്കും, അതൊക്കെ മറന്നിട്ട് നീ ഇത് കഴിക്കാൻ നോക്ക്. അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പാവ വന്ന് വീണ സ്ഥലത്തേക്ക് നോക്കിയാ അതിപ്പോ നിലത്ത് കിടക്കുകയല്ല, അത് എഴുന്നേറ്റ് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് എന്തോ ഒരു പവർ ഉള്ള പോലെ തോന്നുന്നു. ഒരുപക്ഷെ അതിന്റെ ഉള്ളിൽ ഗംഗുടിയായിരിക്കോ. ഇതെല്ലാം കഴിഞ്ഞ് അവള് പിറ്റേ ദിവസം ഡോക്ടറെ കാണാൻ വേണ്ടി പോകുമ്പോൾ സാധാരണ അവളുടെ പ്രശ്നങ്ങളെ പറ്റി സംസാരിക്കാതെ ഡോക്ടർക്ക് പ്രേതങ്ങളിലൊക്കെ വിശ്വാസമുണ്ടോ, എന്റെ വീട്ടിൽ എപ്പോഴും ആരോ ഒരാൾ എന്റെ കൂടെ ഉള്ള പോലെ തോന്നുകയാണ്. ഡോക്ടർ ചോദിക്കും നിന്റെ ഭർത്താവാണോ, ഭർത്താവൊന്നുമല്ല, വേറെ ആരോ എന്റെ തലക്കുള്ളിൽ ഇരുന്ന് സംസാരിക്കുന്ന പോലെയും പുറകിൽ വന്ന് മന്ത്രങ്ങൾ ഉരുവിടുന്ന പോലെയൊക്കെ എനിക്ക് തോന്നാണ്. ഈ പ്രേതത്തിലൊക്കെ ഡോക്ടർക്ക് വിശ്വാസമുണ്ടോ? അങ്ങനെയൊന്നുമില്ല, അതൊക്കെ വെറും തോന്നലായിരിക്കും. അതൊക്കെ ഇരിക്കട്ടെ, നീ ഒരു ഡയറി എഴുതാറില്ലേ, അതെനിക്കൊന്ന് തരാമോ? അവള് പറയും ഞാനത് എഴുതാറുണ്ട്, പക്ഷെ അത് എവിടെ ഇരിക്കുന്നെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല, ഞാനത് നോക്കി എടുത്തിട്ട് ഡോക്ടറിന് കൊണ്ട് തരാം. അവള് ഗുളിക കഴിക്കുമ്പോൾ ഡോക്ടർ പറയും ആ ഗുളിക നീ ഇനി കഴിക്കണമെന്ന് തോന്നുന്നില്ല, അത് ഒഴിവാക്കുക. അവള് ചിരിച്ചോണ്ട് ശരി ഡോക്ടർ ഇനി തൊട്ട് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് പോരും. അവളുടെ ഡോക്ടറെ കണ്ടിട്ട് വീട്ടിൽ വരുന്ന സമയത്ത് ജോലിക്കാരി അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അവളോട് ചോദിക്കും എന്റെ കൊച്ചിനുള്ള ഭക്ഷണമൊക്കെ നീ ഉണ്ടാക്കി വെച്ചോ? അവള് പറയും ഞാൻ 1-2 ദിവസമായിട്ട് ഇവിടെ കൊച്ചിനുള്ള ഭക്ഷണം എല്ലാം ഉണ്ടാക്കി വെക്കുന്നുണ്ട്, പക്ഷെ ആരും കഴിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ എന്നും അതെടുത്ത് വേസ്റ്റ് ആയിട്ട് കളയുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ഇന്ന് ഭക്ഷണം ഉണ്ടാക്കിയില്ല എന്ന് പറയും. അവള് ദേഷ്യപ്പെടും നിന്റെ സൗകര്യത്തിന് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ നിന്നെ ഞാൻ ഇവിടെ ജോലിക്ക് വെച്ചേക്കുന്നത്, 1-2 ദിവസമായിട്ട് എന്റെ കൊച്ചൊന്നും കഴിച്ചിട്ട് കൂടി ഉണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും ഭക്ഷണം വേസ്റ്റ് ആയത്, നീ ആ പാവക്കുട്ടീനെ കൊണ്ടേ കളയാൻ പറഞ്ഞു, ഞാൻ അത് കളഞ്ഞില്ല, അതിന്റെ വാശിക്കാണോ നീ എന്റെ കൊച്ചിനെ പട്ടിണി കിടുന്നേ എന്നൊക്കെ പറഞ്ഞ് അവളോട് ദേഷ്യപ്പെട്ട് അവൾ വീട്ടിനുള്ളിലേക്ക് പോവാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് അയൽക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീ ഇവരെ വളരെ വിചിത്രമായിട്ട് നോക്കുന്നുണ്ട്. അവള് വീട്ടിനുള്ളിൽ കയറി വന്നിട്ടും അവളുടെ ദേഷ്യമൊന്നും കുറയുന്നില്ല. അവൾ ആകെ കലിപ്പായി അവിടെ ഇരുന്ന ഗുളിക എടുത്ത് കഴിക്കാൻ തുടങ്ങുകയാണ്. അവളെ ആ ഡെപ്പിക്കകത്തുണ്ടായിരുന്ന ഗുളിക മുഴുവൻ എടുത്ത് അവള് കഴിക്കും. അത് കഴിഞ്ഞിട്ട് അവളെ നോക്കുമ്പോഴാണ് അവൾ ഇരിക്കുന്നതിന്റെ തൊട്ടടുത്ത സോഫയില് ആ ചെകുത്താൻ പാവ വന്നിരിക്കുന്നുള്ള കാര്യം അവൾ കാണുന്നത്. പക്ഷെ അവളത് കാര്യമാക്കാതെ അവളുടെ ജോലിയിലേക്ക് പോവാണ്. അവൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പഴയ ഡോക്ടർ അവളെ വീണ്ടും വിളിക്കും. എന്താ മോളെ നിനക്കിപ്പോ സുഖമല്ലേ, നീ എന്താ ഇപ്പോ എന്നെ കാണാനൊന്നും വരാത്തത്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? അവള് പറയും ഇല്ല ഡോക്ടർ, ഞാൻ കുറച്ച് തിരക്കായിരുന്നു, പിന്നെ വർക്കും ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ വന്നപ്പോ വരാനുള്ള സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഡോക്ടറെ കോള് അവള് കട്ട് ചെയ്യും. അതിനുശേഷം അവൾ വീണ്ടും വർക്ക് ചെയ്യാനിരിക്കുമ്പോ വീണ്ടും എന്തൊക്കെയോ സൗണ്ട് കേൾക്കുകയാണ്. ഗേറ്റ് തുറക്കുന്ന ഒരു സൗണ്ട് പോലെ അവൾക്ക് തോന്നുമ്പോ അവൾ ജനല് പതിയെ തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോ ഗേറ്റ് ഒന്നും ആരും തുറന്നിട്ടില്ല. പിന്നീട് അവൾ ശ്രദ്ധിക്കുമ്പോ അവളുടെ കുട്ടിയും വേറൊരു പെങ്കൊച്ചിന്റെയും സൗണ്ട് കേൾക്കാം, അതായത് ഒരു ലേഡിയുടെയും സൗണ്ട് കേൾക്കാം. അവര് തമ്മിൽ വർത്താനം പറയുകയും കളിക്കുകയൊക്കെ ചെയ്യുന്നത്. അവൾ വീണ്ടും പതിയെ അവളുടെ റൂമിൽ ചെന്ന് നോക്കുമ്പോ അവളുടെ കുട്ടി വീണ്ടും ആ പാവക്കുട്ടിയുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അതായത് നമ്മുടെ ചെകുത്താൻ പാവയായിട്ട്. അവൾ വഴക്കു പറയും നിനക്ക് 24 മണിക്കൂർ ഇതിന്റെ കൂടെ കളിക്കാനേ നേരമുള്ളൂ, ഞാൻ അതെടുത്ത് മാറ്റി കളഞ്ഞതല്ലേ, നീ എന്തിനാ അതിനെ വീണ്ടും കൊണ്ടുവന്നത്? അവള് പറയും ഇല്ലമ്മ ഞാൻ കൊണ്ടുവന്നതല്ല, അത് തന്നെ വന്നതാ, പിന്നെ തന്നെ വരുമല്ലേ, ഇവിടെ ഞാൻ ഒരുത്തി പ്രാന്തിയെ പോലെ ഇല്ലാത്തതെല്ലാം ഇമാജിൻ ചെയ്ത് നടക്കുകയാണ്, എന്നെ പോലെ തന്നെ നിനക്കും തുടങ്ങിയ അസുഖം, ഇനി ഈ ബൊമ്മ ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് ആ പാവക്കുട്ടീനെ എടുത്ത് അവള് പുറത്ത് ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ടുപോയി ഇടും. അങ്ങനെ അവൾ ആ ഇടുന്ന സമയത്ത് അവളുടെ കയ്യിൽ അമ്മ കെട്ടിക്കൊടുത്തിരുന്ന ആ മന്ത്ര ചരടറ്റ് ആ തറയിൽ വീഴുകയാണ്. അത് അവൾ ശ്രദ്ധിക്കുന്നതേയില്ല. അത് കഴിഞ്ഞ് അവൾ അകത്ത് കയറി വന്ന് മോളുടെ മുറിയെല്ലാം വൃത്തിയാക്കുന്നതിനിടയിൽ അവളുടെ ഡയറി തിരിച്ചു കിട്ടും. ആ ഡയറി അവൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതില് സാധാരണ ഡയറിയിൽ നമ്മൾ നടന്ന സംഭവങ്ങളൊക്കെ എഴുതുന്നത്, പക്ഷെ ഈ ഡയറിയിൽ എഴുതി വെച്ചിരിക്കുന്നത് കുറെ ആഭിചാര ക്രിയകളുടെ ഡീറ്റെയിൽസ്
ടൈൽസും മന്ത്രങ്ങളും അതിന്റെ കളങ്ങളൊക്കെയാണ് വരച്ചിരിക്കുന്നത്. അവൾ അത് എടുത്തുകൊണ്ടുപോയി ഡോക്ടർ ചോദിച്ചതല്ലേ എന്ന് വിചാരിച്ച് ഡോക്ടറെ കാണിക്കും. ഇത്തവണ അവൾ ഡോക്ടറോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഈ മന്ത്രത്തിലും ആഭിചാര ക്രിയകളിലൊക്കെ വിശ്വാസമുണ്ടോ എന്നാണ്. അങ്ങനെ ചോദിക്കുമ്പോൾ ഡോക്ടർ ചോദിക്കും, എന്താ നീ അങ്ങനെ ചോദിക്കുന്നത്? അതല്ല, ഞാൻ എന്റെ ഈ ഡയറിയിൽ മുഴുവൻ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളാണ്. എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരാളുണ്ട്. വളരെ ചെറുപ്പത്തിലെ ഞാൻ കണ്ടുമുട്ടിയ ഒരാൾ, ഗംഗുടി. അവള് വളരെ വിചിത്രമായൊരു പെണ്ണ്. എല്ലാ ദിവസവും കറുത്ത കോഴിയെ കഴുത്ത് കണ്ടിച്ച് ആ ഗ്രാമത്തിലൂടെ അതിനെയും പിടിച്ചുകൊണ്ട് വരും. അതിനുശേഷം ഹീറോയിന്റെ വീട്ടിലാണ് അവൾ താമസിക്കുന്നത്. അത് പലർക്കുമായിട്ട് വാടകയ്ക്ക് കൊടുത്തേക്കുവാണല്ലോ. ഒരു വലിയ വീടാണത്. അപ്പോൾ എല്ലാ ദിവസവും ഇവൾ ഈ കോഴീനെ വെട്ടി അവിടെ മന്ത്രവാദവും ആഭിചാര ക്രിയകളുമാണ് നടത്തുന്നത്. ഇത് തുടരെ ആവർത്തിക്കുന്നതുകൊണ്ട് അടുത്തുള്ള വീട്ടിലെ താമസക്കാര് ഈ കാര്യം ഹീറോയിന്റെ അമ്മയോട് പരാതിപ്പെടുകയാണ്. ഇതെങ്ങനെയോ ഗംഗുടി അറിയും. ഗംഗുടി വന്നിട്ട് ചോദിക്കും, എന്നാടി എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാന്ന് വിചാരിച്ചിട്ടാണോ? നിങ്ങളെപ്പോലെ ഞാനും ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന ഒരാളാണ്. കൃത്യമായി വാടകയും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ വീട്ടിൽ ഞാൻ എന്റെ സൗകര്യത്തിന് പലതും ചെയ്തിരിക്കും. അതൊന്നും അന്വേഷിക്കാൻ വേണ്ടി ആരും ഇങ്ങോട്ട് വരണ്ട. ഇത് കേൾക്കുമ്പോ ഹീറോയിന്റെ അമ്മയ്ക്ക് ദേഷ്യം വരും. അമ്മ ചോദിക്കും, നീ എന്തിനാ അധികം പ്രസംഗിക്കൊന്നും വേണ്ട, നീ വാടകയൊക്കെ തരുന്നുണ്ട്, അതൊക്കെ ശരി തന്നെ. പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്യാൻ പാടില്ല. ഒരുപാട് ആളുകൾ ഇവിടെ താമസിക്കുന്നതാ, കുട്ടികളുമുണ്ട്. അതുകൊണ്ട് മര്യാദക്ക് ജീവിക്കാനാണെങ്കിൽ ഇവിടെ ജീവിച്ചോ. മന്ത്രവാദവും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ പെട്ടിയും കിടക്കെടുത്ത് നാളെ തന്നെ ഇവിടെ ഇറങ്ങിക്കോണം. ഇത് ഗംഗുടിക്ക് ഇഷ്ടപ്പെടില്ല. ഓഹോ, അപ്പൊ എന്നെ നീ പുകച്ച് പുറത്ത് അടിക്കാറായോ? അത്രയ്ക്ക് ധൈര്യമുണ്ടോ നിനക്ക്? എന്നാൽ അതൊന്ന് കാണണമല്ലോ. അങ്ങനെ ആ സീൻ അവിടുന്ന് കട്ടായാൽ ഒരു വലിയ ശ്മശാനത്തിൽ പോയിരുന്ന് ഇവള് മന്ത്രം ചെയ്യുകയാണ്. ഇതേ സമയത്ത് നാട്ടുകാരെല്ലാം അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവള് ഒരു മന്ത്രവാദിയാണ്, ഇവളെ ഇങ്ങനെ വിട്ടാൻ പറ്റത്തില്ല, നമ്മുടെ നാടിന് തന്നെ ആവത്ത എന്ന് പറഞ്ഞ് നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് അവളെ അവിടുന്ന് നാട് കടത്തും. അതൊക്കെ കഴിഞ്ഞ് ഇവള് തന്റെ ഭർത്താവിന്റെ ശവകുടീരത്തിൽ പോയിരുന്ന് പറയുകയാണ്, ഞാൻ എല്ലാത്തിനും പകരം ചോദിക്കും. എന്നെ അപമാനിച്ചു, എല്ലാവരുടെ മുമ്പിലും എന്നെ ഒരു ഭ്രാന്തിയാക്കി, ഞാൻ ഇതിനൊന്നും പകരം ചോദിക്കാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് ഒരു ശബ്ദവും എടുത്ത് അവൾ ആരുമില്ലാത്ത സമയം നോക്കി നമ്മുടെ ഹീറോയിന്റെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ ഹീറോയിൻ അവിടെ നിൽപ്പുണ്ട്. അവള് ചോദിക്കും, എന്താണ് നിങ്ങൾ തിരിച്ചു വന്നതെന്ന്. അതൊന്നുമില്ല മോളെ, ഞാൻ എന്റെ കുറച്ച് ഡ്രസ്സൊക്കെ ഇവിടെ വെച്ച് മറന്നുപോയി, അതെടുത്തിട്ട് ഞാൻ ഇപ്പൊ തന്നെ ഇവിടുന്ന് പൊക്കോളാം എന്ന് പറഞ്ഞ് അവൾ വീണ്ടും ആ മുറിക്കുള്ളിൽ കയറി. നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ കണ്ട ആ സീനാണ് പിന്നീട് കാണിക്കുന്നത്. അവൾ അവിടെ ഇരുന്ന് മന്ത്രവാദം ചെയ്യുകയാണ്. അത് ആ ഡോറിന്റെ ഗ്യാപ്പിലൂടെ അവൾ കാണുകയും അച്ഛനെ അമ്മേനെയൊക്കെ വിളിച്ച് അതൊരു വലിയ പ്രശ്നമാവുകയും അവളെ വീണ്ടും അവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. പക്ഷെ അന്ന് മുതൽ അവൾക്ക് രോഗം പിടിപെടും. അവൾ പനിച്ചു വിറച്ച് അവിടെ കിടന്നിട്ട് ഒരുപാട് ഡോക്ടർമാരും പൂജാരിമാരും ഒക്കെ വന്ന് അവളുടെ ആ രോഗം മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നാലും അത് പൂർണ്ണമായും മാറിയിട്ടില്ല. പനി മാറിയെങ്കിലും അവളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ പ്രശ്നങ്ങൾ ഇപ്പോഴും അവൾക്കുണ്ട്. അതിന്റെ ട്രീറ്റ്മെന്റ് ആണ് അവൾ തുടർന്നെടുക്കുന്നത്. ആ സംഭവം നടന്ന കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവിടെ കുറെ ജഡങ്ങൾ ആറ്റിൽ പൊങ്ങി. അവര് എങ്ങനെയാണ് മരിച്ചതെന്നോ ആരാണ് കൊന്നതെന്നോ ഒന്നും ആർക്കും അറിയത്തില്ല. ഇതെല്ലാം അവൾ ഡോക്ടറോട് പറയുകയാണ്. അവൾ പെട്ടെന്ന് വാച്ചിൽ നോക്കിയിട്ട് പറയും, അയ്യോ ഡോക്ടർ, സംസാരിച്ചിരുന്ന സമയം പോയി, ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. ഡോക്ടർ പറയും, ആ ഡയറി എനിക്കൊന്ന് തരാമോ? ഞാനത് എന്റെ കയ്യിൽ വെക്കാം, എനിക്കൊന്ന് നോക്കാമല്ലോ. നിന്റെ ഡോക്ടറിന്റെ പഴയ ഡോക്ടറില്ലേ നീ ആദ്യം കണ്ടുകൊണ്ടിരുന്നേ, ആ ഡോക്ടറിന്റെ നമ്പറും എനിക്കൊന്ന് വേണം. അവള് ധൃതിയിൽ ഏതോ ഒരു നമ്പറും പറഞ്ഞിട്ട് അവിടുന്ന് ഓടി ഇറങ്ങാണ്. തിരിച്ച് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ പുറത്തു വെച്ചിരിക്കുന്ന വേസ്റ്റ് ബാസ്ക്കറ്റിൽ ആ പാവക്കുട്ടിയില്ല. അവളുടെ മോള് സായി തന്നെ വീണ്ടും വന്ന് എടുത്തുകൊണ്ട് പോയതാണെന്ന് വിചാരിച്ച് അവൾ ദേഷ്യപ്പെട്ട് വീടിനുള്ളിലേക്ക് കയറി ചെല്ലുകയാണ്. ഇതേ സമയത്ത് ആ ഡയറി നോക്കി അതിലുണ്ടായിരുന്ന മന്ത്രങ്ങളുടെയും ആ കളം വരച്ചിരിക്കുന്നതിന്റെയും ഒക്കെ ഫോട്ടോ എടുത്ത് ഇതിനെപ്പറ്റി അറിയാവുന്ന ഒരാൾക്ക് ഡോക്ടർ അയച്ചു കൊടുക്കുകയാണ്. അവരത് കണ്ടിട്ട് പറയും, ഇത് നീ വിചാരിക്കുന്ന പോലെയല്ല, വളരെ ശക്തിയേറിയ ആഭിചാര ക്രിയകളാണ്, ശത്രുവിനെ വകവരുത്താൻ ഉപയോഗിക്കുന്ന മന്ത്രവാദ ക്രിയകളാണതെല്ലാം, അതുകൊണ്ട് നീ അതിൽ നിന്നെല്ലാം മാറി നിൽക്ക് എന്ന് പറഞ്ഞ് ആ വിളിച്ചു ചോദിച്ചയാൾ ആ ഫോൺ കട്ട് ചെയ്തിട്ട് പോവുകയാണ്. ഡോക്ടർക്കും ആകെ പേടിയാകും. അവള് പറഞ്ഞിട്ട് പോയി ആ നമ്പറിൽ വിളിക്കുമ്പോൾ ആ ഡോക്ടറെ അല്ല കിട്ടുന്നത്, പകരം അവളുടെ ഒരു കസിനെയാണ് കിട്ടുന്നത്. അവളെ വിളിച്ചിട്ട് ഡോക്ടർ പറയും, എനിക്ക് എത്രയും വേഗം രാധ കണ്ടുകൊണ്ടിരുന്ന പഴയ ഡോക്ടറിന്റെ നമ്പർ വേണം, വളരെ എമർജൻസി ആണെന്ന് പറയും. ഇതേ സമയത്ത് ഹീറോയിൻ പതിവ് പോലെ വർക്ക് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുമ്പോൾ ആരോ ഗേറ്റ് തുറക്കുന്ന ഒരു സൗണ്ട് വീണ്ടും കേൾക്കാം. അവള് ജനൽ വഴി നോക്കുമ്പോൾ ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. വീട്ടിലേക്ക് ആരെങ്കിലും വന്നതാണെന്ന് വിചാരിച്ച് അവള് താഴെ ഇറങ്ങി ഡോറിന്റെ ഹോളിലൂടെ നോക്കുമ്പോൾ മരിച്ചുപോയെന്ന് അവള് കരുതി അവളുടെ ഭർത്താവ് പ്രേതമായിട്ട് മുമ്പിൽ വന്ന് നിൽക്കുന്നു. അവളാകെ ടെൻഷനായിട്ട് അവിടെ ഇരുന്ന മരുന്നൊക്കെ എടുത്ത് കഴിച്ച് വീണ്ടും ചെന്ന് അതിലൂടെ നോക്കുമ്പോൾ ഇപ്പോഴാ പ്രേതത്തെ കാണാനില്ല. ഇതേ സമയത്ത് ഡോക്ടർ രാധ ആദ്യം കണ്ടുകൊണ്ടിരുന്ന ഡോക്ടറെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുമ്പോൾ അയാൾ പറയും, അവൾ ഇപ്പോൾ വളരെ ആപത്ത് ഘട്ടത്തിലാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ വീട് അവരുടെ വീടിനടുത്താണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ അങ്ങോട്ട് പോകണം. സ്ഥിതികളെല്ലാം വളരെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അവൾ എന്റെ അടുത്ത് ട്രീറ്റ്മെന്റ് എടുത്തിട്ടും ഒരുപാട് നാളായി. ഇത് കേട്ട ഡോക്ടർ പെട്ടെന്ന് അവളുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് ഹീറോയിൻ അവിടെ ഇരിക്കുമ്പോൾ ആരോ ജനലിലും വാതിലും എല്ലാം ശക്തിയായിട്ട് തട്ടുന്ന പോലുള്ള സൗണ്ട്, രാധ രാധ എന്ന് ഉറക്കെ വിളിക്കുകയാണ്. അവളപ്പോ ആകെ പേടിച്ച് ചെവിയെല്ലാം പൊത്തിപ്പിടിച്ച്, ഇല്ല ഇല്ല, ഇത് വെറുതെയാണ്, എനിക്ക് തോന്നുന്നതാണ്, എന്റെ ഇമാജിനേഷൻ ആണ് എന്നൊക്കെ സ്വയം പറഞ്ഞ് അവൾ നേരെ കുട്ടിയുടെ അടുത്തേക്ക് ഓടുകയാണ്. കുട്ടിയുടെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ അവൾ വീണ്ടും ആ പാവക്കുട്ടിയെ എടുത്ത് മടിയിൽ വെച്ച് അതിനെ കളിപ്പിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അതിനെ പിടിച്ച് മാറ്റാമെന്ന് വിചാരിച്ച് അവളുടെ കയ്യിൽ നിന്ന് അതിനെ തട്ടിപ്പറിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവളുടെ മുഖത്തിന്റെ
ആക്സിഡന്റ് വളരെ ശക്തിയായിട്ട് ആ കുട്ടി അടിക്കും. അത് മാത്രമല്ല ആ പിശാച് പാവക്കുട്ടി ഇവളെ നേരെ തന്നെ തുറിച്ചു നോക്കുന്ന പോലെയും തോന്നും. അവൾ അവിടുന്ന് ഇറങ്ങി ഓടും. താഴെ വന്ന് നോക്കുമ്പോൾ അവളുടെ ഭർത്താവ് പ്രേതമായിട്ട് വീണ്ടും വന്ന് നിൽക്കുകയാണ്. അവള് പേടിച്ച് കണ്ടതൊക്കെ വെച്ച് അയാളെ അടിച്ച് വീഴ്ത്താൻ ശ്രമിക്കും. പാത്രങ്ങളൊക്കെ വെച്ച് എറിയും. പക്ഷേ അയാള് ഒരു പ്രേതമല്ല, ശരിക്കും മനുഷ്യൻ തന്നെയാണ്. ഇവളെ രക്ഷിക്കാൻ വേണ്ടിയാണ് അയാൾ അങ്ങോട്ട് വന്നത്. പക്ഷെ എന്താ നടക്കുന്നതെന്നുള്ള കാര്യം നമുക്കും ശരിക്കും മനസ്സിലാകുന്നില്ല. ഇവളുടെ മുന്നിലൂടെ ആ പ്രേതങ്ങളുടെ എല്ലാം രൂപങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഗംഗുടിയുടെ രൂപം അവളുടെ മുന്നിലൂടെ മിന്നിമായുന്നു. അവൾ അവിടുന്ന് ഓടി മുകളിൽ കയറി വന്നു കഴിയുമ്പോൾ ടെറസില് ഗംഗുടിയും അവളുടെ മകളും കൈ കോർത്തു പിടിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളും ഓട്ടോമാറ്റിക് ആയിട്ട് അവരുടെ കൂടെ ചേരും. അങ്ങനെ അവരവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോക്ടറും അവളുടെ ഭർത്താവും അങ്ങോട്ട് കയറി വരും. അപ്പോഴേക്കും ഗംഗുടി അവളോട് പറയുകയാണ്, കണ്ടോ കണ്ടോ, നിന്റെ മകളെ നിന്നിൽ നിന്നും പിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ട്രൈ ചെയ്യുന്നത്. നീ പോയി അവരെ കൊല്ല്, വേഗം കൊല്ല് എന്നിങ്ങനെ അവളെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യമൊക്കെ അവളെ കൊണ്ട് കഴിയില്ലെന്ന് നമ്മൾ പറയുമെങ്കിലും പെട്ടെന്ന് ഗംഗുടിയുടെ ആത്മാവ് അവളുടെ ഉള്ളിലേക്ക് കയറിയിട്ട് അവളുടെ മുഖമെല്ലാം മാറി ആ ഡോക്ടറുടെയും അവളുടെ ഭർത്താവിന്റെയും നേരെ അവൾ ചെല്ലുകയാണ്. അവരെ രണ്ടുപേരെയും കൊല്ലാൻ വേണ്ടി നോക്കുകയാണ്. പെട്ടെന്ന് ആ സമയത്ത് പഴയ ഡോക്ടറും അങ്ങോട്ട് കയറി വരും. എന്നിട്ട് അവൾക്ക് മയങ്ങാനുള്ള ഇഞ്ചക്ഷൻ എടുത്ത് അവളെ അവിടെ ഇരുത്തുമ്പോഴേക്കും അവൾ വീണ്ടും നോർമലാകും. അപ്പോഴാണ് വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. നമ്മൾ ആദ്യം സിനിമയുടെ തുടക്കത്തിലേ കണ്ട ഒരു ആക്സിഡന്റ് ഉണ്ട്. അത് ഇവളെ ട്രിഗർ ചെയ്യുന്നത് നമ്മൾ പലയിടങ്ങളിലായി കണ്ടതുമാണ്. എന്നാൽ അതിന്റെ യഥാർത്ഥ സംഭവം അവളുടെ ഹസ്ബൻഡ് അല്ല മരിച്ചത്, ശരിക്കും അവളുടെ കുട്ടിയാണ് ആ ആക്സിഡന്റിൽ മരിക്കുന്നത്. അവളെ കൊണ്ട് അത് താങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ് അവൾ മെന്റലി വളരെയധികം ബാധിക്കുന്നത്. തുടർന്ന് ഡോക്ടർ നടന്ന കാര്യങ്ങളെല്ലാം അവളുടെ പുതിയ ഡോക്ടറിന്റെ അടുത്ത് സംസാരിക്കുകയാണ്. അവൾ വളരെ ചെറുപ്പത്തിലെ തന്നെ മണിച്ചിത്രത്താഴിലെ നാഗവല്ലിയൊക്കെ പോലെ ഒറ്റയ്ക്കിരിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ്. ഒറ്റയ്ക്കിരിക്കുന്നത് കൊണ്ട് തന്നെ അവൾ ഓരോ കാര്യങ്ങളും ഇമാജിൻ ചെയ്ത് അവൾ സ്വന്തമായി കുറെ ക്യാരക്ടറുകളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവളുടെ കൂട്ടുകാരായും അവളുടെ ചുറ്റുമുള്ള ആളുകളായും അവൾ തന്നെ ഇമാജിൻ ചെയ്ത് ഒരുപാട് പേരെ സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവളുടെ വീട്ടിലേക്ക് ഗംഗുടി വരുന്നത്. ഗംഗുടി ഒരു ദുർമന്ത്രവാദിയാണ്. അവളുടെ മന്ത്രങ്ങളും ആഭിചാരക്രിയകളും എല്ലാം വളരെ ചെറുപ്പം തൊട്ടേ കണ്ട് ഈ കുട്ടി ഗംഗുടി താനാണെന്നുള്ളൊരു തോന്നല് അവൾക്കുള്ളിലുണ്ട്. അല്ലെങ്കിൽ തന്റെ ഉള്ളിൽ ഗംഗുടി ഉണ്ട് എന്നൊരു തോന്നല് ചെറുപ്പം മുതലേ രാധയ്ക്കുള്ളിലുണ്ട്. അങ്ങനെ ഇവൾ ഓരോ പ്രശ്നങ്ങളിലും ചെന്നുപെടുമ്പോഴും ഈ ഡോക്ടർ വന്നാണ് അവളെ രക്ഷിക്കുന്നത്, വീണ്ടും പഴയ നിലയിലേക്ക് കൊണ്ടുവരുന്നത്. ഡോക്ടർ പറഞ്ഞു വരുന്നത് ഭൂതമോ പ്രേതമോ പിശാചോ ഒന്നുമില്ല, ഇത് ശരിക്കും അവളുടെ ഒരു തോന്നല് മാത്രമാണ്. ഒരു ചെറിയ മനോരോഗിയാണ് രാധ. കൊച്ചു മരിച്ചതേ തുടർന്ന് അവൾ എല്ലാവരോടും വളരെ റൂഡായിട്ടാണ് പെരുമാറിയിരുന്നത്. ഭർത്താവിനോടും വീട്ടുകാരോടും അവളുടെ കൂട്ടുകാരോടുമെല്ലാം. ഇവളുടെ ഈ ശല്യം സഹിക്കാൻ വയ്യാതെ അവളുടെ ഭർത്താവ് ഇവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് ഒരിക്കലും താങ്ങാൻ കഴിയുന്നില്ല, ഞാനൊരു ബിസിനസിന്റെ കാര്യത്തിന് വേണ്ടി ലണ്ടനിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് അയാൾ ശരിക്കും ലണ്ടനിലേക്ക് തന്നെ പോയതാണ്. അങ്ങനെ ഇവളുടെ ദേഷ്യവും എടുത്തുചാട്ടവും സഹിക്കാൻ വയ്യാതെ മാതാപിതാക്കളും ഭർത്താവും മാറി നിൽക്കുമ്പോൾ അവൾ വീണ്ടും ഒറ്റപ്പെട്ട് പഴയ അവസ്ഥയിലേക്ക് തന്നെ വരും. അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് അവളുടെ ഉള്ളിൽ വീണ്ടും ഇമാജിനേഷൻസ് വന്നു കൂടുന്നത്. ഡോക്ടർ ഭർത്താവിനോട് പറയും, അങ്ങനെ നിങ്ങളോട് അവള് റൂഡായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് ഇത്ര വലിയ തെറ്റാണോ? സ്വന്തം മകളെ നഷ്ടപ്പെട്ട ഏതൊരമ്മയും അങ്ങനെയല്ലേ ചെയ്യത്തുള്ളൂ. അയാൾ പറയും, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയത്തില്ല. അതായത് മകള് മരിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്, പക്ഷേ നിങ്ങൾ കരുതുന്ന പോലെ സായി എന്നൊരു പെൺകുട്ടിയില്ല. ആ ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് അവൾ പ്രഗ്നന്റ് ആയിരുന്നു. അങ്ങനെ അവളുടെ വയറ്റിലുണ്ടായിരുന്ന കുട്ടി ആ ആക്സിഡന്റ് കാരണം ഞങ്ങൾക്ക് നഷ്ടമായി എന്ന് അയാൾ പറയും. മാത്രമല്ല അവൾക്ക് ഒരു പെൺകുട്ടിയാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ എങ്ങനെ വളർത്തണം, എങ്ങനെയായിരിക്കണം അവളെ ശുശ്രൂഷിക്കേണ്ടത്, പരിചരിക്കേണ്ടത് എന്നൊക്കെ ഇവളുടെ മനസ്സിലുണ്ട്. അത് എപ്പോഴും ഭർത്താവിന്റെ അടുത്തും വീട്ടുകാരുടെ അടുത്തും ഇവള് തുടരെ പറയാറുണ്ട്. അങ്ങനെ ഇവളുടെ വീടിനടുത്തുള്ള ഒരു പെൺകുട്ടി, നമ്മൾ ഇടയ്ക്ക് കാണാറുള്ള ആ പെൺകുട്ടിയെ ഇവളുടെ സ്വന്തം മകളായിട്ട് കണ്ട് ഇവൾ ഓരോ കാര്യങ്ങൾ ചെയ്യാണ്. അവളുടെ കൂടെ കളിക്കുന്നതായിട്ടും അവൾക്ക് ഭക്ഷണം കൊടുക്കുന്നതായിട്ടും അവളുടെ അമ്മ എങ്ങനെയാണോ അവളെ നോക്കുന്നത് അതുപോലെ തന്നെ രാധയും ഇമാജിനറി ആയിട്ട് ഇത് ചെയ്യുകയാണ്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഭർത്താവിനെ വിളിക്കുമ്പോൾ അവൾ പറയും, ഞാനിന്ന് ഷോപ്പിങ്ങിന് പോവാണ്, കുട്ടിക്ക് കുറെ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പൊ അയാൾ പറയും, ഏത് കുട്ടി? നമുക്ക് കുട്ടിയില്ല, പിന്നെ നീ ആളുടെ കാര്യമാണ് ഈ പറയുന്നത്, അത് അയൽവക്കത്തെ കുട്ടിയാണ്, നമ്മുടെ അല്ല, അത് നീ മനസ്സിലാക്കണം. അവൾ പറയും, നീ എന്റെ ആദ്യത്തെ കുട്ടിയെ കൊന്നു കളഞ്ഞു, രണ്ടാമത്തെ കുട്ടിയും കൊല്ലാൻ വേണ്ടി നീ നോക്കുകയാണോ എന്ന് പറഞ്ഞ് ഭർത്താവുമായിട്ടുള്ള കോണ്ടാക്ട് അവൾ കട്ട് ചെയ്യും. അങ്ങനെയാണ് ഇവര് തമ്മിൽ പൂർണ്ണമായും ഒരു വേർപിരിഞ്ഞു പോലെയുള്ള ജീവിതത്തിലേക്ക് വരുന്നത്. പിന്നെ ഈ മുറിയിൽ എങ്ങനെ ഇവരുടെ കുടുംബ ഫോട്ടോ വന്നു, അതായത് ഫാമിലി ഫോട്ടോ വന്നു, അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൾ അടുത്ത വീട്ടിലെ ആ കുട്ടി അമ്മയുടെ കൂടെ കളിക്കുന്നതും നടക്കുന്നതുമായിട്ടുള്ള ഫോട്ടോകളെല്ലാം എടുത്ത് ആ ഫോട്ടോയുടെ കൂടെ എഡിറ്റ് ചെയ്ത് ഇവളുടെ ഫോട്ടോയും ഭർത്താവിന്റെ ഫോട്ടോയും ആഡ് ചെയ്തിട്ടാണ് അതെല്ലാം ഫ്രെയിം ചെയ്ത് മുറിക്കുള്ളിൽ വെച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ ആദ്യം കണ്ടില്ലേ ഇവള് യാത്രയാക്കുന്നതും കൈ കാണിക്കുന്നതും ഒക്കെ, ശരിക്കും ആ കുട്ടി സ്കൂളിൽ പോകുന്നുണ്ട്, കൈ കാണിക്കുന്നതുമുണ്ട്, പക്ഷെ അത് ഇവളെയല്ല, ഇവളുടെ വീടിനടുത്തുള്ള വീട്ടിലെ അവളുടെ അമ്മയാണ്, അതായത് ആ കുട്ടിയുടെ അമ്മയാണ് ആ കുട്ടി കൈ കാണിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് അവൾ ഹോസ്പിറ്റലിൽ വളരെ സുഖം പ്രാപിക്കുന്നു. ഇപ്പോൾ അവൾ വളരെ നോർമലാണ്. അവളുടെ ഭർത്താവിനെയും വീട്ടുകാരെയും ഒക്കെ അവൾക്ക് തിരിച്ചറിയാനും യാഥാർത്ഥ്യം എന്താണെന്ന് അവൾക്ക് മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. അവൾ വീട്ടിൽ ഹോമം ഒക്കെ
ഒക്കെ നടത്തി വീണ്ടും സന്തോഷത്തോടെ ജീവിക്കാൻ ആരംഭിക്കുമ്പോൾ ഡോക്ടർമാര് തമ്മിൽ സംസാരിക്കുകയാണ്. ആ ലേഡി ഡോക്ടർ ചോദിക്കും, നിങ്ങൾ നന്നായിട്ട് ചികിത്സിക്കുന്നുണ്ടായിരുന്നിട്ടും അവൾ എന്തിനാണ് എന്നെ തേടി വന്നത്? അവര് പറയും, വളരെ ചെറുപ്പത്തിലെ തൊട്ട് തന്നെ അവളുടെ കാര്യങ്ങൾ എനിക്കറിയാം. എല്ലാ കാര്യങ്ങളും ഇമാജിൻ ചെയ്ത് ഇല്ലാത്ത കാര്യങ്ങളെല്ലാം ചിന്തിച്ചു നടക്കും. ഞാനത് ഒട്ടും അംഗീകരിച്ചിരുന്നില്ല. അത് മാറ്റാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ നിങ്ങൾ അത് വിശ്വസിക്കുകയും അവളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തപ്പോൾ അവൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഡോക്ടർ, ആ ബൊമ്മക്കുട്ടി എങ്ങനെയാണ് അവൾ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഉപേക്ഷിച്ചിട്ട് വീണ്ടും വീട്ടിനുള്ളിൽ വന്നത്? അത് പ്രത്യേകിച്ചൊന്നുമില്ല. ഒന്നെങ്കിൽ അവൾ കള്ളം പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ അവൾ തന്നെ എടുത്തുകൊണ്ട് വെച്ചതായിരിക്കാം. അല്ലാതെ ഇത് പ്രേതോ പിശാചോ ഒന്നുമല്ല. അങ്ങനെ അവിടുന്ന് സീൻ കട്ട് ചെയ്യുമ്പോൾ അവളുടെ പഴയ വീട്ടിൽ അവര് 3 പേരും ഇരുന്ന് ആ ഡയസ് ഇട്ട് കളിച്ചില്ലേ, ആ മുറി വൃത്തിയാക്കാൻ വേണ്ടി ഒരാൾ അങ്ങോട്ട് കടന്നു വരികയാണ്. അവർ ഒരുപാട് തവണ ഡയസ് ഇട്ടിട്ടും ആരുടെയും പേരോ കാര്യങ്ങളോ വരാത്ത കൊണ്ടാണ് അവരവിടെ നിന്ന് കളി അവസാനിപ്പിച്ചു പോയത്. അതിനിടയിൽ ചെറിയ പേടിപ്പെടുത്തുന്ന സംഭവങ്ങളും അന്നുണ്ടായി. പക്ഷേ ഇപ്പോഴതിലൊരു പേരുണ്ട്. ആ പേര് വേറൊന്നുമല്ല, ഗംഗുടി എന്നാണ്. ശരിക്കും ഗംഗുടി അവൾക്കുള്ളിൽ ഉണ്ടായിരുന്നു. ശരിക്കും ഈ ഭൂതവും പ്രേതവും പിശാചും ഒക്കെ ഉണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്തു തന്നെയായിരുന്നാലും എന്നെ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായി നല്ലൊരു സിനിമയുമായി വീണ്ടും കാണാം.